ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 23ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഗ്രേവ് യാർഡിൽ വന്നേക്കാണ്. അതായത് ഈ മരിച്ച ആൾക്കാരൊക്കെ അടക്കുന്ന സ്ഥലമില്ലേ, അവിടാണ് ഹീറോയിന്റെ അമ്മയെ അടക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഹീറോയിന്റെ അമ്മയുടെ ശവക്കല്ലറയിൽ വരികയാണ്. എന്നിട്ട് അമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ കരയുകയാണ്. നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്, അതായത് ഹീറോയിന്റെ ബർത്ത്ഡേക്ക് ഹീറോയിന്റെ അമ്മയും പിന്നെ മുത്തശ്ശിയും ഹീറോയും ഉണ്ട് കേട്ടോ. അതായത് കുട്ടി ഹീറോയിന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിന്റെ അച്ഛൻ മാത്രം ബർത്ത്ഡേ ആഘോഷിക്കാൻ വരുന്നില്ല. പുള്ളിക്കാരൻ വേറെ എന്തിനൊക്കെ ബിസിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന നേരം ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചിട്ട് അതിനകത്ത് ഊതാൻ, അതായത് മെഴുകുതിരിയില്. അപ്പൊ ഹീറോയിൻ എന്തോ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? അതായത് അടുത്ത എന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ എന്റെ കൂടെ കാണണമെന്ന്. അതാണ് കേട്ടോ ഹീറോയിൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഹീറോയിന്റെ വിഷമം മൊത്തം അവളുടെ അമ്മയുടെ അടുത്ത് അവൾ പറഞ്ഞു തീർക്കുകയാണ്. നന്നായിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു തീർക്കുന്നുണ്ട് കേട്ടോ എല്ലാം. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ് കേട്ടോ. ഹീറോ അവന്റെ റൂമിലിരുന്നിട്ട് ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കാൻ നോക്കുകയാണ്. എന്നാലും ഓൺലൈൻ ഫ്രണ്ട് ഓൺലൈനിലില്ല കേട്ടോ. എന്തായാലും ഹീറോന്റെ ഫോൺ എടുത്തിട്ട് ഹീറോയിന് മെസ്സേജ് അയക്കുകയാണ്. അതായത് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ, നേരിട്ട് കണ്ടിട്ട് ഒരു കാര്യം പറയണമെന്ന്. പക്ഷെ ഹീറോയിൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോന്റെ റൂമിൽ ആരോ വന്ന് കൊട്ടുകയാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പം അത് വേറെ ആരുമല്ല, അത് അങ്കിളാണ് കേട്ടോ. അപ്പൊ അങ്കിള് പറയാണ് നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാന്ന്. അങ്ങനെ ഹീറോയും അങ്കിളും കൂടെ അകത്തോട്ടിരുന്ന് സംസാരിക്കാൻ പോവാണ്. എന്തായാലും അങ്കിള് വീട്ടിന്റെ അകത്ത് കയറിയ ഉടനെ തന്നെ ഹീറോന്റെ അടുത്ത് പറയാണ്, നീ പേടിക്കില്ലേ, ഞാനൊരു കാര്യം പറയാന്ന്. അതായത് ഈ ഓൺലൈൻ ഫ്രണ്ട് വേറെ ആരുമല്ല കേട്ടോ, അത് നമ്മുടെ അങ്കിളാണ്. അതായത് ഈ അങ്കിള് നമ്മൾ വിചാരിക്കുന്ന കണക്ക് സാധാരണ ഒരാളല്ല കേട്ടോ. എന്തായാലും അങ്കിളും ഹീറോയും കൂടെ അവന്റെ റൂമിൽ വരികയാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ മറ്റേ ചിപ്പ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെഷീൻ എടുത്തോണ്ട് വന്നില്ലായിരുന്നോ ഹീറോ, അത് അങ്കിളിനെ കൊണ്ട് കാണിക്കുകയാണ്. അപ്പൊ ഹീറോന്റെ ഇരിക്കുന്ന ഡിവൈസ് നശിച്ചു പോയില്ലായിരുന്നോ, അതിൽ നിന്ന് പുകയൊക്കെ വന്നില്ലേ, അത് അങ്കിൾ വന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അങ്കിളിന്റെയിലും സെയിം അത് കണക്കത്തൊരു മെഷീൻ ഉണ്ട്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന നേരത്ത് അത് റെഡി ആവുന്നുണ്ട് കേട്ടോ. അത് റെഡിയായെന്ന് പറയാൻ കാരണം അതിനകത്ത് പച്ച ലൈറ്റ് കത്തുകയാണ്. ഹീറോ കുത്തിയ നേരത്ത് അത് റെഡ് ലൈറ്റ് മാത്രമേ കത്തിയിട്ടുള്ളായിരുന്നു. ഇപ്പൊ പച്ച ലൈറ്റ് കത്തി, അതായത് ആ മെഷീൻ കറക്റ്റ് ആയിട്ട് വർക്ക് ആവാൻ തുടങ്ങുകയാണ്. അപ്പൊ അവരവിടെ അതൊക്കെ നിന്ന് ചെക്ക് ചെയ്യുന്ന നേരം അവരുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അതായത് ഇനി 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഗെയിമിലോട്ട് കടക്കുമെന്നും പറഞ്ഞിട്ട്. ഇതിനുശേഷം എല്ലാവരും ഗെയിമിൽ കണ്ണ് തുറക്കുകയാണ് കേട്ടോ. അപ്പൊ ഹീറോയിനും പിണക്കത്തില്ലല്ലേ. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ഇതേ നേരം അവിടെ നിന്ന് എല്ലാവരും അവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ്. അതായത് അവർ സംസാരിച്ചോണ്ടെന്ന് വിചാരിച്ചിട്ട് മാറിക്കൊടുക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഹീറോയിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. നീ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല, ഞാനും ഓൺലൈൻ ഫ്രണ്ടുമായിട്ട് വലിയ രഹസ്യങ്ങളൊന്നും ഒളിപ്പിക്കുന്നില്ല. ഈ ഗെയിം കഴിഞ്ഞ ഉടനെ നാളെ നിന്നെ കണ്ടിട്ട് ഇതിന്റെ എല്ലാ സത്യങ്ങളും ഞാൻ നിന്നോട് പറയുന്നതായിരിക്കും. പിന്നെ നീ ഒരു കാര്യം ആലോചിക്കണം, ഞാൻ ഈ സത്യങ്ങളെല്ലാം ഇന്നലെ വൈകുന്നേരമാണ് അറിയുന്നത്. ഇതിനു മുമ്പ് എനിക്ക് ഒരു സത്യങ്ങളും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഫാൻ ബോയും ഷോർട്ട് ഹെയറിനെ കാണിക്കുകയാണ്. അപ്പൊ ഈ ഷോർട്ട് ഹെയർ ആദ്യമായിട്ട് ഗെയിമിൽ മാസ്ക് ഊരുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കാണുന്ന നേരത്ത് ഫാൻ ബോയ് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. അതായത് അവളുടെ ഭംഗി കണ്ടിട്ടായിരിക്കണം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെ അവരവിടെ നിൽക്കുന്ന നേരത്ത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. ഇതേ നേരം ഹീറോയിനെയും കാണിക്കുന്നുണ്ട്. ഹീറോയും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ, ഹീറോയിനും കേൾക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിന്റെ കാലിന് പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ ഗെയിമിൽ ഹീറോയിന്റെ കാലിൽ കമ്പി വീണ് മുറിഞ്ഞിട്ട് ഇപ്പൊ നടക്കാൻ വയ്യ. അത് ഗെയിമിലായോണ്ട് തന്നെ ഗെയിമിൽ അവൾക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഹീറോ പറയാണ്, നീ പതിയെ നടന്നു വന്നാൽ മതി, ഞാൻ പോയി എന്താ പ്രശ്നമെന്ന് നോക്കിയിട്ട് വരാന്ന്. അങ്ങനെ ഹീറോയിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹീറോ പോവാണ് കേട്ടോ. ഹീറോ പോയ ശേഷമാണെങ്കിൽ ഹീറോയിനെ ആരോ പേരെടുത്ത് വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോ അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ ഹീറോയിൻ അമ്മയെ കണ്ട ഉടനെ അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, നിങ്ങൾ ഒറിജിനൽ അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ഇങ്ങനെയെങ്കിലും എന്റെ മുമ്പിൽ വന്നല്ലോ. അപ്പൊ അമ്മ പറയാണ്, നിന്റെ അച്ഛൻ ഏറ്റവും നല്ലൊരു അച്ഛനാണെന്ന്. അതായത് ഈ അമ്മ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഈ അമ്മയെ കെട്ടിപ്പിടിച്ച് ഹീറോയിൻ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ഈ അമ്മ മാഞ്ഞു പോവാണ്. അതായത് കുറെ ചിത്രശലഭങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നശിച്ചു പോവാണ്. ഇതേ നേരം ഹീറോയിന്റെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഗെയിമിൽ സംഭവിച്ചതാണ്. ആ മുറിവിൽ കൂടെ ഒരു ബട്ടർഫ്ലൈ, അതായത് ഒരു ചിത്രശലഭം അതിനകത്തൂടെ കയറി പോവാണ്. ഇതിനുശേഷം ഹീറോനെയൊക്കെ കാണിക്കുകയാണ്. ഹീറോയും അങ്കിളും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഷോർട്ട് ഹെയറും പിന്നെ ഫാൻ ബോയും എല്ലാവരും ഒത്തുകൂടി നിൽപ്പുണ്ട്. അപ്പൊ അങ്കിള് ചോദിക്കുന്നുണ്ട്, ഹീറോയിൻ എന്ത് ചെയ്യും, ഹീറോയിനെ നീ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നോന്ന്. ഇതേ നേരം ഹീറോയിൻ അങ്ങോട്ട് വരുവാണ് കേട്ടോ. പക്ഷെ ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അവള് മറ്റേ റോബോട്ടിനെ പോലെ നടന്നു പോവാണ്. ഇവരവളെ പേര് വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്, എന്നാൽ അവള് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോവാണ് കേട്ടോ. എന്തായാലും ഹീറോയിൻ നടന്ന് ഒരു ഡോറിന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇതേ നേരം ഹീറോ ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്, അങ്ങോട്ട് പോവല്ലേ എന്ന് പറയാണ്. എന്നാൽ അവൾ അവളുടെ കൺട്രോളിലല്ല കേട്ടോ, വേറെ ആരുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോ പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, നിന്റെ മരണാവസാനം വരെ ഞാൻ കൂടെ കാണും എന്നൊക്കെ അവളോടത്ത് അവളെ സമാധാനിപ്പിച്ച് പറയാണ്. പക്ഷേ ഇവളാണെങ്കിൽ ഒരു ചിലന്തി വലയുടെ ഇടയിൽ കിടക്കുകയാണ് കേട്ടോ. ഇവളെന്തോ ഒരു ചിലന്തി വല പോലത്തെ സാധനം
സാധനം പൊതിയുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ അത് പൊതിയുന്നുണ്ട്. ഈ ഹീറോ പറയുന്നത് ഹീറോയിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഹീറോയിന്റെ കൺട്രോളിലല്ല, അതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇതേ നേരം പെട്ടെന്ന് ഹീറോയിന്റെ അച്ഛൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഹീറോയിനോട് ഓരോ കുത്തി നോവിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അതായത് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അത് നിങ്ങളെ പിന്നിലോട്ട് വലിക്കത്തേ ഉള്ളൂ. ലവ് ഒക്കെ ഒരു ഇമോഷൻസ് ആണ്, അതിന്റെ പിറകെ പോവാതെ കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കണം. നിനക്കൊരു കാര്യം അറിയാമോ, നിന്റെ അമ്മ മരിച്ച രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അന്ന് നിന്റെ അമ്മ മരിക്കുമായിരുന്നു. ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ഇമോഷൻസ് കാരണമല്ലേ നിന്റെ അമ്മ മരിച്ചത്? ഇതൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഒരുമാതിരി കുത്തി നോവിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഒറിജിനൽ ഹീറോയിന്റെ ദേഹത്ത് മൊത്തം ആ ചെലന്തി പോലെ പൊതിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നൊന്നും ഹീറോയിന് കേൾക്കാൻ പറ്റുന്നില്ല. നേരത്തെ കുറച്ച് ചെലന്തി പോലെ മാത്രം പൊതിഞ്ഞുകൊണ്ടാണ് ഹീറോയിൻ ഇതെല്ലാം കേൾക്കാൻ പറ്റിയത്. ഇപ്പൊ മൊത്തത്തിൽ അവൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. അവൾക്ക് അവളുടെ മേല് ഒരു കൺട്രോൾ ഇല്ല. അവൾ നേരെ നടന്നിട്ട് ആ ഡോർ വഴി അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. ഇതേ നേരം അങ്കിൾ അങ്ങോട്ട് ഓടി വരികയാണ്. അങ്കിൾ അവളുടെ കൂടെ കയറി പോവാണ്. പെട്ടെന്ന് തന്നെ ആ ഡോർ അടയാണ് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഹീറോ, ഫാൻ ബോയ്, ഷോർട്ട് ഹെയർ, ഇൻഫ്ലുവൻസർ പെൺകുട്ടി, ഇവരെല്ലാം ആ ഡോറിന്റെ പുറത്താണ്. ഡോർ അടഞ്ഞു കിടക്കുകയാണ്, അവർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ ഹീറോയിനെ കാണിക്കുമ്പോഴാണെങ്കിൽ ഹീറോയിൻ ഒരു ലാവയുടെ തൊട്ട് മണ്ടയിലാണ്. താഴെ മൊത്തം ഈ അഗ്നിപർവ്വതത്തിന്റെ അഗ്നി അല്ലെങ്കിൽ ലാവ ഇല്ലേ, അതിങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയാണ്. അതിനകത്തെങ്ങാനും ചെന്ന് വീഴുവാണെങ്കിൽ എന്തായാലും കത്തി നശിച്ചു പോകും. അതിന്റെ മണ്ടയിൽ കൂടെ കയറിയിട്ട് അതിനകത്ത് താഴെ ചാടാനാണ് ഈ ഹീറോയിന്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് ഹീറോയിന്റെ അടുത്ത്. എന്നാലേ ഹീറോയിന് ഫ്രീഡം കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് മനസ്സിലാവത്തില്ല. അതിനകത്ത് ചാടി എന്തായാലും മരിച്ചു പോകും. ഇതേ നേരം അങ്കിൾ ഓടി വന്നിട്ട് ഹീറോയിനെ പിടിച്ചു നിർത്താൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ അങ്കിളിന് ഹീറോയിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അങ്കിള് ഇവളെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴെല്ലാം ഇവള് ഔട്ട് ഓഫ് കൺട്രോൾ ആയതുകൊണ്ട് അങ്കിളിനെ തട്ടി മാറ്റാണ്. ഇതേ നേരം അങ്കിൾ ഓരോ കാര്യങ്ങൾ പറയാണ്. ഇത് നിന്റെ അച്ഛനല്ല, ഇത് കള്ളത്തരം പറയാണ്, ഇങ്ങനെ ലോക കള്ളനാണ്. ഇവിടെ വെച്ച് അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്കിളാണ് ഹീറോയിന്റെ അച്ഛനെന്ന്. മോളെ നീ ഇത് കേൾക്കണം, ഇത് നിന്റെ അച്ഛനല്ല, ഞാനാണ് നിന്റെ അച്ഛൻ. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊന്നും നീ വിശ്വസിക്കില്ലെന്ന് അങ്കിള് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഇവിടെ വെച്ചാണ് റിവീൽ ആവുന്നത് അങ്കിള് ഹീറോയിന്റെ അച്ഛനാണ് കേട്ടോ. ഇതേ നേരം ഹീറോ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ അടുത്തും ഫാൻ ബോയുടെ അടുത്തും ഷോർട്ട് ഹെയറിന്റെ അടുത്തും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഹീറോയിന് ഒന്നും സംഭവിക്കാനായിട്ട് അങ്കിള് സമ്മതിക്കത്തില്ല, കാരണം അങ്കിളാണ് ഹീറോയിന്റെ അച്ഛനെന്ന്. നിങ്ങൾ ഞെട്ടിയില്ല ഈ സത്യം കേട്ടിട്ട്? ഞാൻ ഞെട്ടി. ഞാൻ വിചാരിച്ച് മറ്റേ ആളായിരിക്കും ഒറിജിനൽ അച്ഛനെന്ന്, പക്ഷെ അങ്കിള് പറയുന്ന അങ്കിളാണ് അച്ഛനെന്ന്. എങ്ങനെയാണെന്നറിയില്ല, ഇനി വരുന്ന സമയത്തൊക്കെ അത് റിവീൽ ആവുമായിരിക്കാം. എന്തായാലും ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ചെന്ന് ആ അഗ്നിയിലോട്ട് എടുത്ത് ചാടുകയാണ് കേട്ടോ, അതായത് ലാവയിലോട്ട്. പക്ഷെ അങ്കിള് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്കിൾ അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവിടെ തൂക്കിയിടാണ്. അങ്കിള് നല്ല പ്രായമുള്ള ആളല്ലേ, എത്രയെന്ന് പറഞ്ഞു ഒരു വെയിറ്റിനെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും? അങ്കിളിന്റെ ഫുൾ എനർജി എടുത്തിട്ട് അതിങ്ങനെ വലിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ് ഹീറോയിൻ ഇപ്പോഴും ബോധമില്ല കേട്ടോ. പക്ഷേ ഹീറോയിൻ അങ്കിള് പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു, അങ്കിളാണ് അച്ഛനെന്ന് പറഞ്ഞ കാര്യം. ഇതേ നേരം ഹീറോയിന്റെ അച്ഛനെന്ന് പറയുന്ന ആളില്ലേ, നമ്മൾ ഇത്രയും നേരം കണ്ട ആള്, അയാള് പറയാണ് നിങ്ങൾക്ക് ഹീറോയിനെ രക്ഷിക്കണമെങ്കിൽ അവളുടെ കയ്യിൽ കയറിയിരിക്കുന്ന ആ ചിത്രശലഭത്തിനെ നിങ്ങളുടെ കയ്യിലോട്ട് ആവാഹിക്കണമെന്ന്. ഇത് കേട്ട അങ്കിളാണെങ്കിൽ അങ്കിള് സ്വന്തം കൈ ഉണ്ടല്ലോ, സൈഡിൽ ഒരു നെറ്റ് ഉണ്ടായിരുന്നു, ആ നെറ്റിൽ കൊള്ളിച്ചിട്ട് മുറിയിക്കുകയാണ്. അപ്പൊ അങ്കിളിന്റെ കയ്യിൽ വലിയൊരു മുറിവ് ഉണ്ടാവുകയാണ് കേട്ടോ. ഇതിനുശേഷം അങ്കിളാണെങ്കിൽ സ്വന്തം കൈ എടുത്ത് ഹീറോയിന്റെ കയ്യിൽ വെച്ച് അമർത്തുകയാണ്. ഇതേ നേരം തന്നെ അവളുടെ കയ്യിൽ കൂടെ മറ്റേ ചിത്രശലവും അങ്കിളിന്റെ കയ്യിൽ കൂടെ കയറിയിട്ട് അങ്കിളിന്റെ തലയിൽ വരികയാണ് കേട്ടോ, അതായത് തലച്ചോറിനെ ബാധിക്കുകയാണ്. ഇതേ നേരം തന്നെ അങ്കിള് ഹീറോയിനെ എങ്ങനെയൊക്കെ വലിച്ച് മണ്ടയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹീറോയിന് വലിയ ബോധമൊന്നുമില്ല, ചെറിയൊരു ബോധമേ ഉള്ളൂ. ആ ചെറിയ ബോധത്തിൽ ഹീറോയിനോട് അങ്കിള് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്തേനെ. ഇപ്പൊ ഞാൻ ഒരുപാട് ഫ്യൂച്ചറിലോട്ട് വന്നുപോയി, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതും പറഞ്ഞ് അങ്കിള് പൊസസ് ആവുകയാണ് കേട്ടോ. ഇതിനുശേഷം അങ്കിളാണെങ്കിൽ നേരെ നടന്ന് ചെല്ലുകയാണ് ആ ലാവയുടെ അടുത്തോട്ട്. ഇതേ നേരം തന്നെ ഡോറെല്ലാം തുറക്കുന്നുണ്ട് കേട്ടോ, അതായത് ഹീറോയ്ക്കും കൂട്ടർക്കും അങ്കിളിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതേ നേരം അങ്കിള് പെട്ടെന്നാണെങ്കിൽ ആ ലാവയിലോട്ട് എടുത്ത് ചാടുകയാണ്. അങ്കിൾ അവിടെ വെച്ച് തന്നെ കത്തി നശിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ ഒറിജിനൽ അച്ഛനാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളില്ലേ, അയാൾ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അയാളുടെ ഒറിജിനൽ രൂപത്തിലോട്ട് വരികയാണ്. അത് വേറെ ആരും അല്ല കേട്ടോ, അത് ബോസാണ്. നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇതിനുശേഷം ഹീറോയിൻ കണ്ണുറക്കാണ് കേട്ടോ. കണ്ണുറക്കുമ്പം വേറെ ഏതോ ഒരു സ്ഥലത്താണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, ഹീറോയിൻ, ഹീറോ, ഇൻഫ്ലുവൻസർ പെൺകുട്ടി, പിന്നെ ഷോർട്ട് ഹെയർ, എല്ലാവരും ഉണ്ട്. പക്ഷെ അങ്കിള് മാത്രം ഇല്ല കേട്ടോ. എന്തായാലും ഹീറോ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഹീറോയിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറോയിനോട് ഓരോ സത്യങ്ങൾ പറയുകയാണ്. അതായത് ഹീറോ ഈ സത്യം അറിയുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ്. അതായത് അങ്കിള് വന്നിട്ടാണ് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഈ അങ്കിള് വേറെ ആരുമല്ല, ഹീറോയിന്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ. പക്ഷെ രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സെയിം അയാൾ തന്നെ. അതായത് നമ്മൾ വിർച്വൽ റിയാലിറ്റിയിൽ ഒരാളെ കണ്ടില്ലേ, ആ സെയിം ആള് തന്നെയാണ് അങ്കിള്. പക്ഷെ രൂപത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, അത് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ റിവീൽ ആവും. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് അങ്കിള് വന്നില്ലേ, എന്നിട്ട് അങ്കിള് പറയാൻ തുടങ്ങുകയാണ്. അവളുടെ അമ്മയുടെ ആക്സിഡന്റിന് ശേഷം അവൾ എന്നിൽ നിന്നും ഒരുപാട് അകന്നുപോയി. ഞാൻ പറയുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല, എന്നെ അവൾ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു അച്ഛനായിട്ട് പോലും അവൾ എന്നെ കണ്ടിട്ടില്ല. ഇതെല്ലാം എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്. ഞാൻ അവളെ ശ്രദ്ധിക്കേണ്ട സമയത്ത് അവളെ ശ്രദ്ധിക്കാതെ ജോലി എന്ന് പറഞ്ഞ് നടന്നു.
പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇത് വന്നതിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല, എൻ്റെ തെറ്റ് തന്നെ. ഇതും പറഞ്ഞിട്ട് അങ്കിൾ ഓരോ കാര്യങ്ങൾ ഹീറോന്റെ അടുത്ത് പറയുകയാണ്. ഇതേ നേരം നമ്മളെ കുറെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ അമ്മയുടെ മരണത്തിന് ശേഷം ഹീറോയിൻ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുകയാണ്. ഇതേ നേരം ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ കുറെ പെട്ടിയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഹീറോയിന് കൊടുക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ഇത് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഈ അച്ഛനാണെങ്കിൽ വന്നിട്ട് പറയാണ്, നിന്റെ ടീച്ചർ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നിനക്ക് പരീക്ഷയിലെല്ലാം മാർക്ക് കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എപ്പോഴും ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാതെ മോളെ, നീ കുറെ പഠിക്കുകയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ആ ഗെയിം ഇങ്ങ് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. മീൻസ് ആ ഗെയിം കളിക്കുന്ന സ്റ്റീം ഡക്ക് ഇല്ലേ, അതിന് തട്ടിപ്പറിക്കുകയാണ്. എന്തായാലും ഇത് കണ്ട നേരത്ത് ഹീറോയിന്റെ മുത്തശ്ശിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് വഴക്കിടുകയാണ്. ഒരു അമ്മ മരിച്ച കുട്ടിയുടെ അടുത്ത് ഇങ്ങനാണോ പെരുമാറുന്നത്, അവൾ ഇനി ഗെയിം കളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആ അമ്മ മരിച്ച വിഷമം ഉള്ളി കാണുമെന്ന്. ഇതിനുശേഷം അങ്കിളാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വീണ്ടും കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിച്ചില്ലായിരുന്നു. അതായത് ഹീറോയിന്റെ അച്ഛനും ബോസും കൂടെ ആ ഗെയിമിന്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ പാലത്തിൽ വെച്ച് ബോസ് കോമയിൽ പോയില്ലായിരുന്നു. അതെല്ലാം കള്ളത്തരമാണ് കേട്ടോ. ഒറിജിനൽ കാര്യം ഇപ്പോഴാണ് റിവീൽ ആവുന്നത്. അതായത് അങ്കിള് ഹീറോയിന്റെ അടുത്ത് പറയാണ്, ഒരു ദിവസമാണെങ്കിൽ ഈ ബോസിന്റെ ഫാമിലിയിൽ എന്തോ വലിയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ബോസ് ആണെങ്കിൽ വീണ്ടും വർക്കിന് വരികയാണ്. അതായത് ആ ഫാമിലിയിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, എന്തോ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ അടുത്ത് അത് എന്താന്ന് പറയുന്നില്ല. എന്തായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ബോസ് ആണെങ്കിൽ വർക്കിന് വരികയാണ്. ഇതിനുശേഷം ബോസും ഹീറോയിന്റെ അച്ഛനും കൂടെ, അതായത് രണ്ടുപേരും കൂടെ ആ ഗെയിമിന്റെ ഉള്ളിലോട്ട് കടക്കാണ് VR ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട്. ഇതേ നേരം ബോസാണ് ആദ്യം പോകുന്നത്, പിന്നെ ഹീറോയിന്റെ അച്ഛനാണ്. അങ്ങനെ പോകുന്ന നേരത്ത് വെള്ളത്തിനകത്ത് മറിഞ്ഞു വീഴുന്നത് അത് ഹീറോയിന്റെ അച്ഛനാണ് കേട്ടോ. വെള്ളത്തിൽ വീണതിന് ശേഷം ഹീറോയിന്റെ അച്ഛൻ കോമയിൽ പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബോസ് തലയിലുള്ള VR ഹെഡ്സെറ്റ് ഊരി മാറ്റുകയാണ്. ഇതിനുശേഷം വന്നിട്ട് ആ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യാണ്, കോമയിൽ പോയ ഹീറോയിന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാണ്. അതായത് നമ്മളെ നേരത്തെ കാണിച്ച ആ ഫ്ലാഷ് ബാക്കിന്റെ ഓപ്പോസിറ്റ്, ബോസിന്റെ സ്ഥാനത്ത് ഹീറോയിന്റെ അച്ഛനും ഹീറോയിന്റെ സ്ഥാനത്ത് ബോസും. ഇതേ നേരത്ത് ബോസിന്റെ മനസ്സിൽ എന്തൊക്കെയൊരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡിലൊക്കെ ഇതിലും വലിയ ട്വിസ്റ്റുകളൊക്കെ കാണുമായിരിക്കും അല്ലേ. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.